ഈ തെരഞ്ഞെടുപ്പിൽ വർത്തമാനകാലം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും. 9 വർഷത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചർച്ച ചെയ്യപ്പെടും. ഇന്നും ഇന്നലെയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. സ്വാഭാവികമല്ലേ? ഇന്നലെ പെൻഷൻ കൂട്ടായ്മയുടെ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്. അതായത് ഗുണഭോക്തൃ പെൻഷൻ വാങ്ങുന്നവരെല്ലാവരും ഈ ഒരു വിഷയത്തിൽ KC വേണുഗോപാലിൻ്റെ പരാമർശത്തിനെതിരെ വലിയ തോതിൽ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ് ഇടതുപക്ഷം. എങ്ങനെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങളെ കാണുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭരണം ഉപയോഗിച്ച് അവരെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, അത് പാലക്കാട് ചെയ്തു, തൃക്കാക്കര ചെയ്തു, പുതുപ്പള്ളി ചെയ്തു. എന്നിട്ടും എന്താ സംഭവിച്ചത് നമുക്കറിയാലോ. ജനങ്ങൾ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ ജനവികാരമുണ്ട്. ഈ പരിപാടികളൊക്കെ അവർ എല്ലാ തെരഞ്ഞെടുപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ എങ്ങനെയാണ് അതിനെ പ്രലോഭിപ്പിക്കുക, അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അതൊക്കെ അവർ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്താലും ജനങ്ങളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു വലിയ ഭൂരിപക്ഷം നിലമ്പൂർ കിട്ടും. ഒരു മത്സരം ഉണ്ടെന്ന് തോന്നുന്നു. ഇടതുപക്ഷവും LDF UDF സ്വാഭാവികമല്ല, തെരഞ്ഞെടുപ്പല്ലേ, മത്സരം ഉണ്ടാവുമല്ലോ. മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ബാക്ക് ലൈൻ ഡിഫൻഡേഴ്സ് വേണ്ട. എപ്പോഴല്ലേ അവരെയും കൂടി വെട്ടിച്ചിട്ട് ഗോളടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിച്ച് പോയിട്ട് അതൊക്കെ നിങ്ങൾക്കറിയാലോ സ്ഥിതി. ഇതൊക്കെ ആർക്കാണ് ഇപ്പം തലവേദന എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് ചാനലാ? ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവ് കാണിച്ചു തന്നൊരു പൈതൃകം, എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ച് വ്യക്തിപരമായി അധിക്ഷേപിക്കലോ പരാമർശം നടത്തലോ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്നത് അതാണ്. ഞാൻ ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി എന്നെക്കുറിച്ച് പറഞ്ഞാലും ആരെക്കുറിച്ച് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് വ്യക്തിപരമായൊരു പരാമർശം ഉണ്ടാവില്ല. എൻ്റെ നിലപാടാണത്. എൻ്റെ പിതാവ് പൈതൃകപരമായി എന്നോട് പറഞ്ഞു തന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ ഉണ്ടാവില്ല.